ഓൾ ന്യൂ ഡോമിനോർ 400 BS6ൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു ഓട്ടോസാപ്പിയൻസ്. സോ ഈ ഒരു 2022 ഡോമിനോർ വരുമ്പോൾ എന്താ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ഫുള്ളോട് കൂടി മോഡിഫൈ ആയിട്ടുണ്ട്. ഒരു മോഡിഫൈഡ് വെർഷൻ ഓഫ് ഡോമിനോർ 400 ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. വണ്ടിയുടെ സ്പെക്ക് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പഴയ മോഡൽ തന്നെയാണ്. പഴയ BS6 എങ്ങനെയാണോ ആ ഒരേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് കുറേ ആക്സസറീസ് വന്നിട്ടുണ്ട്. അത് ഓവറോൾ വണ്ടിയുടെ സൈഡ് വൈസ് ആയിക്കോട്ടെ ഫ്രണ്ട് വൈസ് ആയിക്കോട്ടെ ലുക്സിന് ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കുറേ കംഫോർട്ടും നമുക്ക് തരുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ വണ്ടി നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിനും അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു വിൻഡ് വൈസേഴ്സ് തന്നെയാണ്. നമുക്കറിയാം 400cc വണ്ടിക്ക് ഈവൻ ഒരു ഷോർട്ട് റൈഡ് ആണെങ്കിൽ പോലും നല്ലൊരു വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് അടിക്കും. സോ അതിനെന്തുകൊണ്ടും ഈ ഒരു വിൻഡ് വൈസേഴ്സ് നല്ലതാണ്. എല്ലാവരും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടാണ് ഈ ഒരു വിൻഡ് വൈസേഴ്സ് മേടിക്കുന്നത്. ഇപ്പോൾ അതൊരു ഫാക്ടറി വെർഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിൻഡ് വൈസേഴ്സ് ഒരു ഒറ്റ പാർട്ടായിട്ടാണ് വരുന്നത്. അവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ് നമുക്ക് കാണാം. അതും നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തന്നെ അതും ഉണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എക്സാക്റ്റ് പഴയതുപോലെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് വന്നൊരു ആക്സസറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ഗാർഡും അതിനോട് കൂടി ഒരു ഫ്ലൈ സ്ക്രീൻ സെറ്റപ്പുമാണ്. ഹാൻഡ് ഗാർഡ് നമ്മൾ മിക്കവാറും എല്ലാവരും ആഫ്റ്റർ മാർക്കറ്റിൽ മോഡിഫൈ ചെയ്യുമ്പോൾ വയ്ക്കുന്നതാണ്. പക്ഷേ ഫ്ലൈ സ്ക്രീൻ ചിലർ വയ്ക്കാറില്ല, ചിലർക്ക് കിട്ടാറുമില്ല. അപ്പോൾ അതും കൂടെ ഈ ഒരു ആക്സസറി കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം നല്ലൊരു ഇമ്പ്രൂവ് ചെയ്ത ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രണ്ട് ആക്സസറീസാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണുന്നത്. രണ്ടും പക്കായിട്ടുള്ള അടിപൊളി ആക്സസറീസാണ്. നമ്മൾ നോക്കുമ്പോൾ സൈഡ് പാനൽസിൽ നോക്കുമ്പോഴാണ് അടുത്തൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ആക്സസറീസ് എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രാഷ് ഗാർഡിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ചുകൂടി ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നേരത്തെ കുറച്ച് വണ്ണം കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു വണ്ണം കൂട്ടിയിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. ആ ഒരു തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു ക്രാഷ് ഗാർഡ് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ വണ്ടിക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അണ്ടർ കവർ പോർഷൻ നോക്കുമ്പോൾ സെൻട്രൽ പോർഷൻ അലൂമിനിയം ആയിട്ടും സൈഡ് പോർഷൻ വന്നിട്ട് നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കുമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി സൈഡ് പാനൽസ് നോക്കുമ്പോൾ എക്സാക്റ്റ് എല്ലാം സെയിം ആണ്. ഡബിൾ ബാരൽ എക്സോസ്റ്റും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഈവൻ സെയിം സൗണ്ട് വരെ സെയിം തന്നെയാണ്. എക്സോസ്റ്റ് നോട്ടും എല്ലാം പഴയ പോലെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ചേഞ്ച് ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയറിൻ്റെ ഒരു ചേഞ്ചാണ് ബാക്ക് പോർഷനിൽ. അതെന്തായാലും വളരെ നല്ലൊരു ചേഞ്ച് തന്നെയാണ്. വെറും ഒരു ക്യാരിയർ എന്ന് പറയാൻ മാത്രം പറ്റത്തില്ല. ക്യാരിയർ വിത്ത് പില്ലിയൻ ബാക്ക് റെസ്റ്റ് എന്നുകൂടി പറയാം. അവിടെ ഒരു കുഷൻ പോലുള്ളൊരു എലമെൻറ്റ് വെച്ച് പില്ലിയനെ സപ്പോർട്ട് ചെയ്യാനൊരു ചെറിയൊരു പോർഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാഗും മറ്റു കാര്യങ്ങളും എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാരേജ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നല്ലൊരു മൂവ്മെൻറ്റാണ്. കാരണം എല്ലാവരും അത് ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള മെറ്റാൽ പീസിലും കാര്യങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്ട്രാപ്പ് വയ്ക്കാനും റോപ്പ് വെച്ച് കെട്ടാനും പാകത്തിനുള്ള നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് എന്തായാലും ഡോമിനോർ ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി ടെയിൽ പോർഷൻസൊക്കെ നോക്കുമ്പോൾ എല്ലാം എക്സാക്റ്റ് പഴയ പോലെ തന്നെയാണ്. ആ ഒരു ഇതിലൊന്നും മാറ്റമില്ല. അതും ഈവൻ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് മറ്റൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ സ്റ്റേ ആക്സസറീസാണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് മാത്രമാണത് ഫിറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അത് നമ്മുടെ വണ്ടിയിൽ ഇൻബിൽട്ട് ആയിട്ടില്ല. അത് പെയ്ഡ് ആക്സസറീസാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ സൈഡ് നോക്കിയാൽ എക്സാക്റ്റ് BS6ൽ പഴയ വന്നിട്ടുള്ള സെയിം എൻജിൻ തന്നെയാണ്. അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. 373cc എൻജിനാണ്. 40 PS പവറും 75 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ ഡെലിവർ ചെയ്യുന്നത്. അടുത്തതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കിക്കഴിഞ്ഞാലും എക്സാക്ട് സെയിം തന്നെയാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. നെക്സ്റ്റിൻ്റെ ഒരു സസ്പെൻഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 43 mm USD ഫോർക്ക് സസ്പെൻഷനാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നതെങ്കിൽ റിയറിൽ വന്നിട്ട് മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനുമാണ് വരുന്നത്. 157 mm ഗ്രൗണ്ട് ക്ലിയറൻസും 13 ലിറ്ററുമാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയും വരുന്നത്. അതെല്ലാം എക്സാക്ട് സെയിം പഴയ പോലെ തന്നെയാണ്. അതിനൊന്നും സ്പെക്കിനും കാര്യങ്ങൾക്കും ഒരു മാറ്റങ്ങളൊന്നുമില്ല. വണ്ടിക്ക് ഓവറോൾ വെയിറ്റ് വരുന്നത് 193 കിലോഗ്രാമാണ്. നെക്സ്റ്റിൻ്റെ കൺസോൾ നോക്കിക്കഴിഞ്ഞാലും എക്സാക്റ്റ് സെയിം കൺസോൾ തന്നെയാണ്. പഴയ പോലെ തന്നെയാണ്. ഡുവൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന കൺസോൾ തന്നെയാണ്. പക്ഷേ ഒരു മൊബൈൽ മൗണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. USB ചാർജറും അതിൽ ഇൻബിൽട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ USB ചാർജർ നമ്മൾ എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പണി കിട്ടാവുന്ന ഒരു തരത്തിലാണ് അതിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. ഒന്ന് ചരിച്ചെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇൻ കേസ് അഥവാ ഒരു
കുറച്ച് വെള്ളമെങ്കിലും വന്നെങ്കിൽ കുറച്ചെങ്കിലും അത് പോകാൻ. ഇത് കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ കൊടുത്തുകൊണ്ട് തന്നെ വെള്ളം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലോസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ ഈ ഒരു 2022 മോഡൽ വണ്ടിക്ക് മെയിനായിട്ടും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്സസറീസിൻ്റെ ചേഞ്ചാണ്. അത് ഓവറോൾ ലുക്കും നമ്മുടെ ഒരു കംഫോർട്ടും നമ്മുടെ റൈഡിങ് എക്സ്പീരിയൻസും കൂട്ടുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മളെല്ലാം ഈ ഒരു വണ്ടിക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ടാണ് ഇതുവരെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇൻബിൽട്ട് ഫാക്ടറി വെർഷനിൽ തന്നെ കിട്ടുമ്പോൾ അതെന്തായാലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയാണ്. ഈവൻ നമ്മൾ റേറ്റ് നോക്കിക്കഴിഞ്ഞാലും എക്സാക്റ്റ് ഏകദേശം സെയിം തന്നെയാണ്. ഒരുപാട് വ്യത്യാസങ്ങളില്ല. അറൗണ്ട് 5000 ആണ് ഈ ഒരു ആക്സസറീസിന് അവർ ചാർജ് ഈടാക്കുന്നത് പുതിയ മോഡലാകുമ്പോൾ. പക്ഷേ ഈ ഒരു 5000 റുപ്പീസിന് ഈ ഒരു വർത്തി ആയിട്ടുള്ള ഒരു ആക്സസറീസ് തന്നെയാണെന്ന് പറയാം. സോ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 2.12 lakhs to 2.16 lakh എക്സ് ഷോറൂം പ്രൈസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വണ്ടി എക്സ് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഡോമിനോർ 400 വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. റോസേ ഫാൻ, ഗുഡ് ബൈ.